അന്തരീക്ഷത്തിലേക്ക് ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പുറത്തുവിടുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ കാരണം ആഗോള താപനില അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ പ്രദേശങ്ങളും ഒരേ നിരക്കിലല്ല ചൂടാകുന്നത്. ഉദാഹരണത്തിന് യൂറോപ്പ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന 2024 യൂറോപ്യൻ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ മൊത്തം ചൂടായതിൻ്റെ ഇരട്ടിയിൽ കൂടുതലാണ് യൂറോപ്പ് ചൂടായിരിക്കുന്നത്. ഭൂമിക്കും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2024. യൂറോപ്പിനും ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഭൂഖണ്ഡത്തിനുള്ളിൽ ഒരു പ്രത്യേക കിഴക്ക് പടിഞ്ഞാറ് വ്യത്യാസമുണ്ടായിരുന്നു. കിഴക്ക് യൂറോപ്പ് വെയിലും ചൂടും നിറഞ്ഞതാണെങ്കിൽ പടിഞ്ഞാറൻ ഭാഗം മേഘാവൃതവും ഈർപ്പമുള്ളതുമായിരുന്നു. 2024 കിഴക്കൻ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെട്ടത്. ബൾഗേറിയ, റൊമാനിയ, ക്രൊയേഷ്യ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന തെക്കുകിഴക്കൻ യൂറോപ്പിലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഉഷ്ണതരംഗമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യൂറോപ്പിലെ ശരാശരി വാർഷിക താപനില ഏകദേശം 2.4 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ഉഷ്ണതരംഗങ്ങൾ, കനത്ത മഴ, വെള്ളപ്പൊക്കം എന്നിവ ഉൾപ്പെടെയുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ അത്ഭുതപൂർവമായ ഒരു പരമ്പരയ്ക്ക് തന്നെ കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2024 90 ദിവസത്തിൽ താഴെ മരവിപ്പിക്കുന്ന താപനില അനുഭവിച്ച യൂറോപ്പിലെ പ്രദേശം ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്നതായിരുന്നു. യൂറോപ്പിലെ താപനില ഉയർന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന ഭാഗം ആർട്ടിക് മേഖലയിലാണെന്നതാണ്. വാസ്തവത്തിൽ ധ്രുവപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഭൂപ്രദേശം യൂറോപ്പിലാണ്. ധ്രുവങ്ങൾക്ക് ചുറ്റുമുള്ള, പ്രത്യേകിച്ച് ഉത്തര ധ്രുവത്തിന് ചുറ്റുമുള്ള താപനില ഉയരുന്നത് ലോകത്തിലെ മറ്റെവിടേക്കാളും വളരെ കൂടുതലുമാണ്. ഉത്തര ധ്രുവത്തിന് ചുറ്റുമുള്ള താപനില ഉയരുന്നതിൻ്റെ സംഭാവന യൂറോപ്പിൻ്റെ ശരാശരിയെ ഉയർത്തുന്നുണ്ട്. ആർട്ടിക് മേഖലയിൽ ചൂട് കൂടാനുള്ള പ്രധാന കാരണം ആൽബിഡോ പ്രഭാവം എന്നറിയപ്പെടുന്നതാണ്. ആർട്ടിക് മേഖലയിലെ മഞ്ഞുപാളി ഉരുകുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ കരയോ വെള്ളമോ സൂര്യപ്രകാശത്തിൽ പതിക്കുന്നത്. ഇരുണ്ട പ്രതലങ്ങളായ കരയോ വെള്ളമോ സൂര്യപ്രകാശത്തെ നന്നായി ആഗിരണം ചെയ്യുന്ന പ്രവണതയും കാണിക്കും. ഇത് ഉയർന്ന താപനിലയിലേക്ക് നയിക്കുന്നു. ഇനി അന്റാർട്ടിക്കയിൽ മഞ്ഞുപാളികൾ ഉരുകുന്നത് അല്പം കുറവാണ്. അതുകൊണ്ടാണ് ആർട്ടിക് പ്രദേശത്തേക്കാൾ അന്റാർട്ടിക്കയിൽ ചൂട് കുറയാനുള്ള കാരണം. ആഗോള ശരാശരിയേക്കാൾ 3-4 മടങ്ങ് വേഗത്തിലാണ് ആർട്ടിക് ചൂടാകുന്നത്. കൂടാതെ ശരാശരി ആഗോള താപനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവിടെയാണ് സംഭവിക്കുന്നത്. യൂറോപ്പിൽ താരതമ്യേന ശുദ്ധമായ വായുവും എയറോസോളുകളും കുറവുള്ളതിനാൽ താപനില ഉയരുന്നത് വേഗത്തിലാകുന്നുണ്ട്. യൂറോപ്പിലെ വേഗതയിലുള്ള താപവർദ്ധനവിന് മറ്റ് പല ഘടകങ്ങളും കാരണമാകുന്നുവെന്നും കാലാവസ്ഥ റിപ്പോർട്ട് പറയുന്നുണ്ട്. യൂറോപ്യൻ മേഖലയിൽ വേനൽക്കാലത്തെ ചൂട് കൂടുന്നതിന് അനുകൂലമായ അന്തരീക്ഷ ചംക്രമണത്തിലെ മാറ്റങ്ങൾ, യൂറോപ്പിന് ചുറ്റുമുള്ള സമുദ്ര ഉപരിതല താപനിലയിലെ ശരാശരിയേക്കാൾ ഉയർന്ന വർധനവ്, നഗരങ്ങളിലെ താപദ്വീപ് പ്രഭാവം, ആൽബിഡോ പ്രഭാവം, സമാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഹിമാനികൾ ഉരുകൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.